ബൈക്കാണോ? ഹലോ എടാ സംസാരിക്കും, നിങ്ങൾ സംസാരിക്കേ. ഹലോ ഹലോ ആ ഹലോ സാറേ പറഞ്ഞോ. അലക്സ് എന്നാ ബ്രോ പറഞ്ഞോ. അല്ലല്ല ഞാനാ പറഞ്ഞോ. എന്തുറ്റി? ഞാനാണ് സാർ ഡ്രൈവ് ചെയ്യണേ. ഞാനാണ് ഡ്രൈവ് ചെയ്യണേ. മനോജ് എന്നാണ് സാറേ. ഞങ്ങളിവിടെ അപ്പുറത്ത് ഒരു പാല് വെച്ചുണ്ട്. ഓക്കെ കാണിക്കാം. ഏതെങ്കിലും വണ്ടി ഫ്രീ ആയിട്ടുണ്ടോ? പോട്ടോ സാർ ഐ ഡി കാർഡ് എടുത്തില്ലല്ലോ സാറേ. സാർ ഐ ഡി കാർഡ് എടുത്തില്ലല്ലോ സാർ, എന്താ ചെയ്യാ? ഐ ഡി കാർഡ് ഇല്ലെങ്കിൽ എങ്ങനെയാ പ്രൊസീജിയർ? എങ്ങനെയാ? ഐ ഡി കാർഡ് ഇല്ലെന്നാ പറയുന്നത്. സ്റ്റേഷനിലേക്ക് പോകും, വണ്ടി സ്റ്റേഷനിലോട്ട് പോകും. എന്താ സാറേ? സ്റ്റേഷനിലോട്ട് അപ്പൊ സിറ്റിയില് ഐ ഡി കാർഡ് ഇല്ലാത്ത എല്ലാവർക്കും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യോ? അതെ. ഓക്കെ വരാം സാർ. എത്ര പേടി ഉണ്ടോ സിറ്റിയില്? എല്ലാവരും വരാൻ പറ. ഹലോ റേഡിയോ. ഹലോ എടാ എല്ലാരും വന്ന് ഞങ്ങൾ വണ്ടി സ്ലോ ആയിട്ട് എല്ലാരും വണ്ടി എടുക്കും. ഗണ്ണെടുത്തോ, വണ്ടി എടുത്തോ. എല്ലാരും പീടി എവിടെ? ഇഷ്ടം വണ്ടി നിറങ്ങണം. ഹലോ സാർ, സാറിന്റെ വാക്കുകൾ ഞാൻ വീൽ ക്ലാമ്പ് ചെയ്യുന്നുണ്ട്. ഹലോ, 4 പേരും വണ്ടി ഇറങ്ങേണ്ടതാണ്. കേൾക്കുന്നുണ്ടോ? സാർ എന്തിനാണ് ഇപ്പൊ ഇത് ഈ സ്ക്വയർ ചെയ്തതും വീൽ ക്ലാമ്പ് എന്തിനാണ് ഒന്ന് പറഞ്ഞുതരോ? സാർ കുറെ നേരം കൊണ്ട് ഞാൻ പറയുന്നുണ്ട് വണ്ടി ഇറങ്ങണമെന്ന്. എന്തിനാണ് സാറേ പീഡി വരുന്ന ഒരാളെ വീൽ ക്ലാമ്പ് ചെയ്യാനും 10 പീഡി ഇവിടെ വരാനും? സാർ റെസ്പോണ്ട് ചെയ്ത് വന്നോണ്ടിരിക്കുകയാണ് സാർ. സാറിന്റെ പറഞ്ഞ മനസ്സിലാവൂലേ? വന്നോണ്ടിരുന്നല്ലേ സാർ? എന്താ ഇതിപ്പോ ചെയ്തതാണ് ചോദിക്കണേ? വന്നോണ്ടിരുന്നല്ലേ സാറേ? വന്നോണ്ടിരുന്നല്ലേ? എന്തിനാ ചെയ്തേ സാറേ? വന്നോണ്ടിരുന്നല്ലേ? ഇതെന്തിനാ ചെയ്തെന്ന് ഞാൻ ചോദിക്കണേ സാറേ. ഞാൻ റിപ്പീറ്റ് ചോദിക്കണതുകൊണ്ടാ. എന്തിന് ഇതിപ്പോ ചെയ്തതിന്റെ ആവശ്യം എന്താ സാറേ? വണ്ടി ഒന്ന് സ്ലോ ആക്കിയപ്പോ ഇത്രയും ചെയ്തതിന്റെ ആവശ്യം എന്താ? എനിക്ക് മനസ്സിലാവില്ല, ഒന്ന് പറഞ്ഞുതരാമോ സാറൊന്ന്? ഏത് 2-3 മിനിറ്റ്? 2-3 മിനിറ്റോ? ഞാനിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയപ്പോ ഒരാൾ വന്നിട്ട് കോർണറി വളയം വെക്ക്. സാറേ സിറ്റിയിൽ തെറ്റിയത് ഒരാളിങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണ് സാറിന്? അല്ല എന്തിനാ സാറേ? സാർ ഉത്തരം പറ. ഉത്തരം പറഞ്ഞിട്ട് വണ്ടി എടുക്കുന്നുള്ളൂ. ഇല്ല സാറേ, സമ്മതിക്കില്ല സാർ. സാറില്ല ഇവിടെ നിന്ന് ബാക്കിയുള്ള സാർമാരാ ചെയ്തേ സാറേ. ബാക്കിയുള്ള സാർമാരാ അത് ചെയ്തേ. അതെന്തിനാ ചോദിക്കണേ? ബാക്കിയുള്ള സാർമാരാ ചെയ്യിക്കണേ സാറേ. ഐ ഡി കാർഡ്സ് ഇല്ലാത്തതിന് പീടിലോട്ട് വരാൻ പറഞ്ഞ് പീടിലോട്ട് പൊക്കോണ്ടിരിക്കുക. അന്നേരം വന്ന് 4 സൈഡിൽ വണ്ടി വളയേണ്ട കാര്യം എന്തുവാ? ഉറപ്പ് സാറേ, അത് വരും. പക്ഷെ എന്തിനാ ചെയ്തേ സാറേ? ശരിയല്ല, കൊള്ളാം സാറേ, കൊള്ളാം. നൈസ്. ഞാൻ പീടി വരാം.
മൈ എന്റെ സാറേ എന്റെ വായിങ്ങനെ കേക്കരുത് ദേവി ഇത് മാറിയിരുന്നോ എടാ ലൊക്കേഷൻ കൊടുത്തേ എല്ലാവർക്കും പിള്ളേർക്കല്ലേ ലൊക്കേഷൻ കൊടുത്തേ എടാ പെട്ടെന്ന് പിങ്ങിയ പെട്ടെന്ന് സമയമില്ല എന്ത് വണ്ടിയാ ഇത് ഞാൻ മാത്രം കൂടെ പെട്ടെന്ന് പാടാവുന്നു. ഹെലി ചെയ്തിട്ട് കാര്യമില്ല ആർക്കും. എലി ഇരുന്നിട്ട് എന്ത് പറിക്കാനാ ഹെലി എന്താ കാര്യം? എന്തിനാ ഹെലി? എവിടെയാ വരാം സാർ അതന്നെ എന്താണ് ഇതൊക്കെ ഇതൊക്കെ എന്താണ് കാണിക്കണേന്ന് ഒരു ഐഡിയ പോലും കിട്ടുന്നില്ല ഒരു അഡീഷണൽ വെഹിക്കിൾ ഞങ്ങളുടെ ഇൻക്ലൂഡ് ചെയ്തു, അതുകൊണ്ടാണ് അതിനെയാണ് പിറ്റ് ചെയ്തത്, നിങ്ങളല്ല. മനസ്സിലായില്ല സാറേ മനസ്സിലായില്ല എനിക്കൊന്നും മനസ്സിലാവില്ല എനിക്ക് ഇറങ്ങാനും പറ്റില്ല ഒന്നിനും പറ്റില്ല വണ്ടി ഇറങ്ങരുത്. What the fuck? Hands up! Hands up! Sir, hands up! Hands up! Hands up! Hands up! Hands up! സഹകരിക്കുന്നില്ല. എങ്ങനെ ആർപ്പി കളിക്കാനാ ഇങ്ങനെ ആർപ്പി കളിക്കാനാ സമ്മതിക്കൂല. ഗണ്ണെടുത്തേ അടക്കം. വാ 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 ഹലോ എന്തുപറ്റി? ഭരത് അവിടെ എന്താ ആർപ്പി കളിച്ചാൽ എനിക്കറിഞ്ഞൂടാ. എനിക്കറിയത്തില്ലടേ എനിക്കറിയത്തില്ല. എന്ത് വിയറാർപ്പി കാണിച്ചില്ല. ഓടിക്കോണ്ടിരിക്കുവായിരുന്നു. അതെന്താ ആർപ്പിയാ? മനസ്സിലാവില്ല എനിക്ക്.
ഞാൻ എന്താ കണ്ണല്ല എന്റെ കയ്യിരുന്നേ. ഗ്രേറ്റ് ഈഗോ. എക്സാം ഡേ വിളിച്ചിട്ടപ്പോ വരും. കത്തുന്നു. ടോണി എയർ എടുത്തോ. ഒരു മിനിറ്റ്. ഇതൊക്കെ എന്താണ് പുറത്ത് എനിക്ക് അറിയത്തില്ല. ഐ ഹാവ് നോ ഐഡിയ. അവനെ ഓടിച്ചാൻ തരാം. എന്റെ അവിടെ അല്ലേ അത്? ഓവർ കമ്മിറ്റ് ചെയ്യല്ലേ, ഒന്ന് വെയിറ്റ് ചെയ്യും. നമ്മൾ 4 പേരുടെ എക്സ്ട്രാ ഉണ്ട്. പറയണ കേക്ക്, നമ്മള് 4 പേര് എക്സ്ട്രാ ഉണ്ട്. നമ്മൾ 4 പേരോട് വന്നിട്ട് ഒരുമിച്ച് ഇല്ല വേണ്ട ഞാൻ അടുത്ത അയ്യോ വേണ്ടേ തൊട്ടല്ലേ ഇതാണ്. മേളി നാടി വരും. നോക്കി മേളിന്ന് വലിയ കാര്യാക്കണ്ട. നമുക്ക് തിരിച്ചു കൊടുക്കാന്നേ ഉള്ളൂ അടി. എവിടെയാണ്? ഡ്രസ് ഷോപ്പിന്റെ അകത്തുണ്ടോ പോലീസ്? ഡ്രസ് ഷോപ്പിന്റെ ഫ്രണ്ടിൽ റോഡിലുണ്ട്. ആ പശത്ത് കയറടാ. എന്താടാ നിങ്ങൾ നിൽക്കുന്നത് പിങ്ങിട്ടടാ. ഇവിടെ പീഡി വണ്ടി ഡൗൺ ആണേ. ആ പീഡി ഡൗൺ ആണേ. ഞാൻ കവർ ചെയ്തോളാം. കൊടുക്കുന്നുണ്ട് തീരില്ല. പിങ്ങിട്ടെ. ഞാൻ പറഞ്ഞേ എടാ, ഞങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ നിങ്ങൾ എവിടെ വരണം? ഞങ്ങള് എടാ ഇതിന്റെ മോളിൽ അടിക്കണേ. ഇതിന്റെ ബിൽഡിംഗ് ചന്തിക്കടിക്കുന്നവൻ. ഈ കാണുന്ന അപ്പുറത്താണോ? ഒരു കോള് പറയുന്നത് ആ ലാഡർ മേലെ പീടിയുണ്ട്. അവിടെ അതിന്റെ ബാക്കി വീഡിയോ വണ്ടി കുത്തി അവരിറങ്ങിയ മറ്റേ നോക്കിയോ ചന്തി കഴിയിട്ടു. ദൂരം കൂടുതലാടാ. അണ്ണതാ ഇവിടെ പിങ്ങണ്ട ഇവിടെ അടിക്കാം. ഇജാജി അലക്സ് കൂട്ടുന്ന അലക്സ് പിന്നെ കവർ ചെയ്ത് എത്ര പേരാ ഇത്? ഒരുത്തന്നെ ഞെക്കിയിട്ട് അവൻ ജീവനും കൊണ്ടുപോയി വരുന്ന അടുത്ത പീടി.
എനിക്കറിയത്തില്ല. കൂടുതൽ പോലീസ് ഉണ്ടെങ്കിൽ ഫിയർ ആർപി കാണിക്കാ എനിക്കറിയത്തില്ല. അല്ല പീടിയൊന്നല്ലേ മയില്. ഓ ചേച്ചി വാ പീടിയല്ല. അറിയാം പീടിയല്ലെന്ന് അറിയാം. നീ വാ സാവിജ്. ഇതിന്റെ മുകളിലാണോ ആള് സാവിജ്? ഇതിന്റെ മുകളിലല്ല, അപ്പുറത്തെ ബിൽഡിംഗ്, അപ്പുറത്തെ ബിൽഡിംഗ്. ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ വേണേ കേറി അടിക്കാൻ നോക്കിയാലോ? ഇവിടുന്ന് കേറി അടിക്കലും നടക്കുമോ? ഈ ബിൽഡിംഗ് കേറാൻ എന്താടാ വഴി? ഏതുവഴി കേറാൻ പറ്റും? അണ്ണ ഇതിലെ എന്റെ പിങ് വേണം. ഇങ്ങോട്ട് അഡ്മിനെ വിളിച്ച് പറയാം. ഇവിടെ തന്നെ എനിക്ക് അറിഞ്ഞൂടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ചോദിക്കണോ? ചോദിച്ചോക്കാം. ഒന്നുകൂടെ മാർക്കട്ടെ ഇങ്ങോട്ട് വന്നാ മതി. 7262 അല്ല ടോപ്പിൽ അപ്പുറത്തെ ബിൽഡിങ്ങിലാണ്. ആണല്ലേ? നമുക്ക് വേറെ സ്ഥലത്ത് ഈ മാർക്കിൽ വരുമോ? ഒരാളെ മാർക്ക്. കവർ കൊണ്ടിച്ചവനെ. ഞാൻ മണ്ടയിലോട്ട് കയറണം. അയ്യാ ഞാൻ എവിടെയാ? എന്നാ എല്ലാരും കേറാ. എന്നാ കേറടാ. അത്രേ ഉള്ളൂ. നല്ലണ വരാൻ ബോഡി അടിക്കുന്ന എന്താടാ സ്നൈപ്പറാ ഇത്? പറ്റൂലെന്ന് തോന്നിട്ടാച്ചി. പറ്റൂല. ഞാൻ എത്ര വരെ ബിൽഡിങ്ങിലാ? ഞാൻ പീടിയുടെ മുകളിലല്ലേ? ഓ സാറൊന്നും ഓർമ്മയില്ല. ഓ സാർ ഹെൽപ്പ് ചെയ്തോ? ഞാൻ എണീച്ചിട്ട് സോറി അത് റെഡിയോ? സാർ ഒന്ന് ഇളക്കാവോ? കഫ് ഒന്ന് മാറ്റാവോ? സാറിന് കഫ് മാറ്റാവോ? എനിക്ക് ഏതാ ഇറങ്ങാനാ പറ്റുന്നിട്ട്. എന്താ യോ നിക്കാവോ? ഞാൻ പേരെന്തായിരുന്നു? പേരെന്താ? സാറിന് എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടുപരിചയമുണ്ടോ? നേരത്തെ വണ്ടി നിർത്തിയില്ല ആ പുള്ളിയല്ലേ? അല്ല അതല്ല. പേരെന്താ? ടോണി സാറേ ഒന്ന് സെർച്ച് ചെയ്യാൻ പറ്റുമോ? ഒരു മിനിറ്റ്, എനിക്ക് കുറച്ച് കാഴ്ചയുടെ പ്രശ്നമുണ്ട്. അടിക്കൊണ്ടോ? ഇതാരാ ടോണി? ഓക്കെ
ചോദിച്ചിട്ട് വെയിറ്റ്. ഓർമ്മ കിട്ടുന്നേ ഇല്ല. എനിക്ക് ഓർമ്മയില്ലല്ലോ. എനിക്ക് ഏത് 6 അല്ലേ? 6 അല്ലേ? 6 ചതിക്കില്ലേടാ ചങ്കേ. അറിഞ്ഞോ അല്ലാ അളിയാ നേരെ ചെന്ന് ഇടിച്ച് ഹെൽമെറ്റ് കളഞ്ഞോളെ. ഗണ്ണെടുക്കാൻ പറ്റൂല ഇവിടെ. ഗണ്ണ് പറ്റൂലെന്ന്. ഞാൻ എടുത്തല്ലോ. വെൽക്കം ഹോം. ആടാ അല്ലാ അല്ലാ അയ്യോ അല്ലാ എന്റെ ചങ്കേ എന്റെ ചങ്കേ പണിക്കും പോടാ. ഇതാണ് എന്നെ അടിക്കുന്നത്. ബാലിനാണോ തെറിച്ചു പോയേ? ചന്ദ്ര 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 എടാ അടിച്ചിരുത്തി പിന്നെ ഞാൻ അറിഞ്ഞത് ചന്ദ്രനാണ്. ചന്ദ്രൻ മണ്ടക്കട ഹീലേതോ കുഴപ്പമില്ല ഹീലേതോ. ഓ ടാപ്പ് ചെയ്യുന്ന സ്നൈപ്പർ ഷോട്ടാ ഇത്. സ്നൈപ്പറാ ഇത്. അത് സീനായിരുന്നല്ലേ? അയ്യോ പേടിക്കണ്ട. ഈ അടി പേടിക്കണ്ട. ഈ അടി പേടിക്കണ്ട. ഹീലേന്നാ മതി. ഹീലേന്നാ മതി. മൈൻഡ് ആക്കണ്ട. ഇത് മൈൻഡ് ആക്കണ്ട. ഇത് മൈൻഡ് ആക്കണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ആദ്യം കയറിയ ബിൽഡിംഗിൽ കയ്യില് വെച്ചാ മതി. മനസ്സിലായോ? അതിന്റെ മോളിൽ ഈഗോ ആണെങ്കിൽ നമുക്കറിയാം. ഈഗോ കയ്യില് വെച്ചാ മതി കേട്ടാ. കയ്യില് സാറേ നിങ്ങൾക്ക് സ്നൈപ്പർ വല്ലതും ഉണ്ടോ? ആ പുള്ളിന്റെ അടുത്ത് താഴെ പറയോ? പോടാ മൊണ്ണേ. എന്തൊരു ബുദ്ധിയാന്ന്. പീഡിക്കൊക്കെ ഭയങ്കര ബുദ്ധി ഇവിടുത്തെ അല്ലേ? എന്റെ ഇറ്റാച്ചി വെയിറ്റ്. ഇതിപ്പോ എങ്ങനെയാ കൊണ്ടുപോവാ? അല്ലെ താഴെ എങ്ങനെയാ ഇറക്കാ? ചങ്ങായിക്ക് ഫിയർ പോലും കാണിക്കാണ്ട് മറ്റേ ടൈസറും പിടിച്ചിറങ്ങി ഓരോ ഓട്ടം. വാണിംഗ് ഫെയർ കൊടുത്തിട്ട് പോലും ഫിയർ ഒന്നും കാണിക്കാണ്ട് ഇറങ്ങി ഓട്ടാ. ഇപ്പൊ ടെമ്പററി ആയിട്ട് വാനിട്ടത്. നിങ്ങൾ അത് വെളിയില് ടിക്കറ്റ് എടുത്തിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം അത് നമുക്ക് രജിസ്റ്റർ എടുക്കാൻ പറ്റും. കാരണം രണ്ട് സൈഡിൽ FRP ഉണ്ട്. ഇതിപ്പോ നമുക്ക് എന്താ FRP പറയോ ബ്രോ? ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ടിക്കറ്റ് ഇപ്പൊ കണ്ട് രണ്ട് സൈഡിൽ നിന്ന് POV കണ്ടതിന് ശേഷം മാത്രമല്ല അത് ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? അല്ലല്ലോ ബ്രോ ചോദിച്ചേ. എന്താണ് FRP എന്ന് ചോദിച്ചേ? അതാ നമുക്കൊന്നും അറിയത്തില്ലല്ലോ. നമ്മൾ സാധാരണ എന്റെ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ സേഫ് സോണിൽ കയറി ഫയർ നമ്മൾ കണ്ട സമയത്ത് ആക്ച്വലി അവര് മറ്റേ പീഡിയുടെ മുകളിൽ കിട്ടും നമ്മളെ ഫയർ ചെയ്ത് തുടങ്ങി ആദ്യം. ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ പീഡി കളിക്കുന്നവന്മാർക്ക് ഒരു വിചാരമുണ്ട്. ഇവന്മാരെന്തോ ഗുണ്ടകളാണെന്ന്. ഇവന്മാർക്ക് മാത്രമേ ജയിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു അല്ലല്ല ഞാൻ പറയാം ബ്രോ. ഞങ്ങളൊരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമ്മൾ വേറെ അടുത്ത പറയണ്ടേ? ഞങ്ങൾ സിറ്റിസൺ ആയാലും ഗ്യാങ് ആയാലും ഇനി എന്തായാലും ബ്രോ ഞാൻ പറയുവാണ്, ഇവന്മാർക്ക് എന്തോ ഒരു വിചാരമുണ്ട്. ഇവന്മാരെന്തോ മറ്റേ കൊമ്പത്ത് ഇവന്മാർക്ക് മാത്രമേ എന്തോ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇത് കുറെ നാളായി ബ്രോ. നമ്മളെല്ലാരും ഈ സിറ്റിയിലെ എല്ലാ പോലീസ് ഓഫീസറിനെ കാണുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട റെസ്പെക്ട് ഒക്കെ കൊടുത്തു തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ. പക്ഷെ ഇവന്മാർക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. അത് പറയാതിരിക്കാൻ ബ്രോ. ഇവിടെ സംസാരിക്കാനോ അടി ഉണ്ടാക്കാനോ ഒന്നും അവന്മാർക്ക് മാത്രം എപ്പോഴും ജയിക്കണം. അതുപോലെ മാത്രമേ അവർ സംസാരിക്കുകയും ചെയ്യുള്ളൂ, അടി ഉണ്ടാക്കുകയും ചെയ്യുള്ളൂ.
അത് കുറെ നാളായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ വെളിയിൽ സംസാരിച്ചോളാം ബാക്കിയുള്ളത്. എന്താ പീടിയൊക്കെ ഗുണ്ടകളോ? അടിയാണ് ഗ്യാങ് പിക്കാൻ വരാൻ പറ്റത്തില്ല. അടിയാണ്, അടിയിലാണ്. പുള്ളി പറയട്ടെ സൈലന്റ് അതല്ലേ ഇത്ര ദിവസം ഇല്ലാത്ത പീടി എന്താ ഇന്ന് പെട്ടെന്ന് വന്നേ? ഇന്ന് കൺസൈൻമെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് 19-20 പീടി സിറ്റിയില്. അതല്ലേ ഇത്ര ദിവസം പീടി ഒന്നും സിറ്റിയിൽ ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെ പീടി ഇത്ര കാലക്കളവര് ചന്ദ്രൻ വിടാൻ പറ. അതാണ് പറ. ഞാൻ എടുത്തോണ്ട് വന്നപ്പോ ഗ്യാങ് ഹൗസ് വിടാന്നാ പറഞ്ഞത്. ഈ സമയത്ത് ഒരു പീടി പോലും സിറ്റിയിലില്ല പറഞ്ഞ റോബർ അടിക്കുന്നൊക്കെ ഒരു പീടി പോലും കയറാറുണ്ട്. 20 പീടി. എന്നെ അടിച്ചവനാരാടാ? ഇപ്പഴേ പറയാം. എങ്ങനെയാണ് സത്തേ? എന്നെ അടിച്ചവനാരാടാ? എനിക്കറിയാം. ഇവിടെ അടിച്ചവര് തന്തയില്ലടാ. പറയല്ലേ ചേച്ചി, നമ്മളോട് എന്നായിരുന്നു കരയട്ടെ. ഗ്യാങ്ങായി വന്നാലും അടിക്കും, പീഡിയ വന്നാലും അടിക്കും. കുണ്ണാളെന്നും അടികൊള്ളാൻ വേണ്ടി അപ്പൊ നിങ്ങക്ക് ഗ്യാങ് അസറ്റും ഗ്യാങ് കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ചാറ്റ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സിറ്റുവേഷൻ അല്ലേ നിങ്ങളുടെ സൈഡിൽ ചന്ദ്രന്റെ കാര്യം നമ്മൾ നോക്കാന്ന് പറഞ്ഞില്ലേ? പുള്ളി ഓൾറെഡി വിട്ടിട്ടുണ്ട്. കഫ് ആയതുകൊണ്ട് ഇറങ്ങി കയറാൻ പോയതാണ്. കേക്കാവോ? നമുക്ക് സസ്പെൻഷൻ ആണല്ലേ ഇപ്പൊ ടെമ്പററി. നിങ്ങൾക്ക് സസ്പെൻഷൻ ആയതുകൊണ്ട് ഗ്യാങ് ചാറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റരുത്. ടെമ്പററി ആയിട്ടാണ് സസ്പെൻഷൻ ഇട്ടേക്കുന്നത്. പീഡിക്ക് സസ്പെൻഷൻ ഇല്ലേ? പീഡിക്ക് സസ്പെൻഷൻ ഇല്ല. നിങ്ങൾ അല്ലല്ല, സേഫ് സോണിൽ തുടങ്ങിയത് അവരാന്ന് ബ്രോ. ബ്രോ എന്താണ് പേടിക്ക് സസ്പെൻസ് ഇല്ലാത്ത എന്താണെന്നൊന്ന് പറയോ? പീഡി ഇട്ടത് ഇപ്പം പുറത്ത് വീസിൽ സംസാരിച്ചിട്ട് എന്നുള്ള ആക്ഷൻ ഇപ്പൊ എടുത്തേക്കാം. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ ബ്രോ. ഇവിടെ പീഡിക്ക് മാത്രം പീഡിയെ കാണുമ്പോ മറ്റേ കുനിഞ്ഞ് സാമാനം കാണിച്ചു നിൽക്കണം ഇവിടെ എല്ലാരും സിറ്റിസൺ. അല്ലല്ല ബ്രോ, ഞാൻ പറയണ ഞാൻ പറയണ കേട്ടോ ബ്രോ. ഇത് ഭയങ്കര ശോകോ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് രീതിയിലാണെങ്കിലും ഇവിടെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സ് ആണെങ്കിലും എല്ലാരും പീഡിക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഒക്കെ കൊടുത്തു നിൽക്കുന്നത്. ഇവന്മാർക്ക് ഈഗോ തലക്ക് പിടിച്ച് മറ്റേ അങ്ങേയറ്റം കയറിയിരിക്കുക. ഇവർ സിറ്റിസന്റെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ട രീതിയിലല്ല. അവരുടെ POV ചെക്ക് ചെയ്തിട്ട് എന്താന്നുള്ളത് അല്ല ബ്രോ, ബിഹേവ് ചെയ്യേണ്ട രീതിയിലല്ല ബിഹേവ് ചെയ്യണേ. അതാണ് പ്രശ്നം. അവരുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ആക്ഷൻ നിങ്ങൾക്ക് സസ്പെൻഷൻ ടെമ്പററി സസ്പെൻഷൻ ഇട്ടതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ ആ മറ്റേ ലിഫ്റ്റ് അതിനകത്ത് കയറിയിട്ട് പിഡിയുടെ ഓഫീസിൽ അതിന്റെ മുകളിൽ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുക. നമ്മളെന്താ ചെയ്യാ? അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടികൊണ്ട് നിൽക്കാൻ പറ്റും. അതിന്റെ മോളിൽ കയറി അവിടെ അടിക്കാൻ പാടില്ലെങ്കിൽ ഞങ്ങളെ അടിക്കാൻ പാടില്ല. അതിന്റെ മോളിൽ നിന്ന് അതിന്റെ മോളിൽ ഞങ്ങളെ കയറിയിട്ട് അതിന്റെ മോളിൽ ഞങ്ങളെ അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് പിന്നെന്താ ഓപ്ഷൻ? ഒന്ന് വെയിറ്റ് അല്ല, കറന്റ് ഇപ്പൊ സസ്പെൻഷൻ ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഗ്യാങ് അസറ്റ് യൂസ് ചെയ്യരുത്. പിന്നെ ഒന്നും ഇറങ്ങണോ? അതെ കറന്റ് സസ്പെൻഷൻ അങ്ങനെയാണ്. ആണല്ലോടാ. ഞാൻ ഒരു കാര്യം പറയാം. ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ എടുക്കാം അല്ലെ മോശമായിട്ട് എടുക്കാം. ഇവിടുത്തെ അവന്മാർക്ക് സംസാരിക്കാൻ പോയിട്ട് ഒന്നിനും ഇവന്മാർക്ക് താല്പര്യമില്ല. സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തോണ്ട് വന്നു കഴിഞ്ഞാൽ ഇവന്മാർക്ക് ജയിക്കണം എന്നുള്ള ഈഗോ കാരണമാണ് ഇത് ഇങ്ങനെ ആവുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം, അല്ലാതെ വേറൊന്നും പറയില്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടിനും തോക്കും പൊക്കി വരും, അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. വീട് സെറ്റാക്കി വെള്ളമുണ്ടോ? വെള്ളമുണ്ട്. അത് വെള്ളം തന്നെ സസ്പെൻഷൻ വന്ന ഗ്യാങ് ഹൗസ് യൂസ് ചെയ്യാൻ പാടില്ല എനിക്കത് അറിയാം. പരിപാടി
ഗ്യാങ് ഇല്ലാത്തതിന്റെ കഴപ്പ് തീർക്കാൻ വന്നേന്ന് പീടിയില്ല, അത് മുമ്പിൽ പോയി. മറ്റേ CR7 ഉള്ളമാര് CR7 ആണ് മറ്റേ ബി ടീം ഉണ്ടല്ലേ, ഷെയ്ഖിന്റെ കുടുംബം. കഴിവില്ലാത്ത കൊണ്ടുകള് നമ്മളെ മറ്റേ രണ്ടോട്ടം അടിച്ചു തൂറ്റിച്ച പുണ്ടച്ചുകള് ഇപ്പൊ 3 വട്ടം അടിച്ചു തൂറ്റിച്ചു. കഷ്ടം. വെറുതെയാണോ കാര്യമില്ല. അയാളെന്താ ഇപ്പം മെഴിയ പോലെ ഒന്നുകൂടെ മെഴുക. 7 കൊണ്ടാ, അതില് കൊറേ പേരുണ്ട് അതിന്റെ അകത്ത്. കൊരങ്ങന്മാരുണ്ടായി. ആണോ? കണ്ടികളെ നമുക്ക് അറിയത്തില്ലല്ലോ അതാരാ. എല്ലാണോ ഉണ്ട്, കൊരങ്ങന്മാരുണ്ട്. ഗ്യാങ് ആയപ്പോ പറ്റിയില്ല. അണ്ണാ എന്താണ് ഇപ്പൊ സീൻ? എന്താണ് എനിക്കൊന്നും ഓർമ്മയില്ല അണ്ണാ. അളിയ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ സത്യം പറയട്ടെ, ഇവിടെ വന്നു, നിന്നെ കൊണ്ടുപോയി പറഞ്ഞു, അടിച്ചു, ആരാന്ന് പോലും നോക്കിയില്ല, അടിച്ചു, കഴിഞ്ഞു. ഇപ്പൊ പറയണം സസ്പെൻഷൻ. എന്താ ശരിക്കും ഗ്യാങ് സസ്പെൻഷൻ ഒന്നുമില്ല. എടാ ഞാൻ പറയട്ടെ, സിറ്റുവേഷൻ ഉണ്ടാകുന്നവന്മാര് നിങ്ങൾ ടിക്കറ്റ് വലിക്കണം കേട്ടാ. അവന്മാര് ടിക്കറ്റ് വലിച്ചിട്ടുണ്ട്. ടിക്കറ്റ് വലിച്ചിട്ട് 2 POയും വെരിഫൈ ചെയ്തതിനു ശേഷം നാളെ ഡിസിഷൻ പറയാന്നാ പറഞ്ഞത്. തൽക്കാലം ഗ്യാങ് ഹൗസ് ഒക്കെ യൂസ് ചെയ്യാന്നാ പറഞ്ഞത്. ഞാൻ കാര്യം പറയട്ടെ, ഗ്യാങ് കളിക്കുന്ന പ്ലേയേഴ്സ് കളിക്കുന്ന അടിക്കാൻ വേണ്ടി ചന്ദ്ര, ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ ഓരോരോ ബിൽഡിംഗ് ക്ലിയർ ചെയ്ത് വരുമായിരുന്നു. ലാസ്റ്റ് ബിൽഡിംഗിൽ ഒരുത്തം നോക്കിയപ്പോ നിന്റെ ബിൽഡിംഗിലിരുന്ന് ഞങ്ങളെ താഴോട്ടിരുന്ന് കഷത്തിലിട്ട് ചൊറിയുന്ന പോലെ ദൂരത്ത് 3 വെടിവെക്കുന്നു. ഞങ്ങൾ അപ്പുറത്ത് 4 ബിൽഡിംഗ് അപ്പുറത്തുനിന്ന് ഓടിച്ചാടി വന്ന് ലിഫ്റ്റ് കയറി വന്ന് ഒരു ലിഫ്റ്റിൽ 6 പേരായിട്ട് അങ്ങ് വരും മേളിൽ പോയി. ഞാൻ അപ്പൊ താഴെ ക്യൂ ആയിട്ട് വെയിറ്റ് ചെയ്യും അടുത്ത ലിഫ്റ്റ്. ഞാൻ ലിഫ്റ്റ് കയറി വന്നപ്പോഴത്തേക്കും നിന്നെയും കൊന്ന് അവനെയും കൊന്ന്. പറഞ്ഞില്ലേ എപ്പോഴും എന്റെ കൂടെ വരാഞ്ഞത് ഞാൻ ബാക്കിൽ നിന്ന് കയറിട്ട് അവരെ കൊന്നപ്പോ ഞാൻ മാസടിക്കാൻ വാ തുറക്കാൻ വന്നത് എന്റെ വായോട് അടിച്ചങ്ങ് ചവറിൽ വെച്ച്. ചന്ദ്ര, ഞാൻ വേറെ കോമൺ ആയിട്ട് പറയാം. ചന്ദ്ര, ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ കുറെ കഴിവില്ലാത്ത കുണ്ണകളുണ്ട്, മനസ്സിലായേ? എവിടെ പോയാലും തല്ല് മേടിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവന്മാര്. അവന്മാരുള്ളിടത്തോളം കാലം നീ ഇവന്മാരൊന്നുമായിട്ട് സംസാരിക്കാൻ പോലും പോകരുത്, മനസ്സിലായി? ഇവന്മാര് ജനിച്ചപ്പോഴേ ഇവന്മാരുടെ നെറ്റിയിൽ ദൈവം അടിച്ചു കൊടുത്ത തല്ലുള്ളിന്ന്. അതിനി എവിടെ പോയാലും മാറില്ല. ഇപ്പൊ പേര് എക്സാമ്പിൾ, പേര് MRC നിട്ടാലോ, അത് കഴിഞ്ഞിട്ട് RX100 നിട്ടാലോ, അല്ലെങ്കിൽ അതിന്റെ PD നിട്ടാലോ, എന്നിട്ടാലും തല്ല് മേടിക്കും, മനസ്സിലായി? അങ്ങനത്തെ അവന്മാരാണ് അത്. തലയിൽ അച്ചുണ്ടാവന്മാർക്ക്. അപ്പൊ ഇവന്മാരുടെ അടുത്തൊന്നും സംസാരിക്കാൻ പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അളിയാ വേറെന്തേലും ചെയ്യുന്നതാണ്, മനസ്സിലായ? ഇവന്മാരുടെ അടുത്തൊന്നും ഒരിക്കലും ഇവന്മാർക്ക് ജയിക്കാൻ ഇവന്മാര് സമ്മതിക്കൂല. സമ്മതിക്കൂല. നല്ലവരുണ്ട്, ചില ക്രിമികൾ കയറുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. മറ്റേ വല്ലപ്പോഴും വെടിവെക്കാൻ വരുന്ന കുറച്ച് കടിയന്മാരുണ്ട്. സൂത്തൊട്ടിയിലെ പിള്ളേരും ഇത് സംഭവം അല്ലെ അത് രണ്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരുത്തന്മാര് ഗ്യാങ് ആയിട്ട് തല്ലുകൊള്ളുന്നു, ഒരുത്തന്മാര് ഗ്യാങ് ഇല്ലാതെ തല്ലുകൊള്ളുന്നു. ഞാനൊരു കാര്യം പറയാം. ഇത് മറ്റേ അതായത് ID കാർഡ് കാണിക്കാത്തതാണ് ഈ സിറ്റുവേഷൻ. എനിക്ക് ഓർമ്മയില്ല, ലൈക്ക് ഞാൻ ഇത് ആയിട്ട് അങ്ങനെ പറയാം. അതായത് ID കാർഡ് കാണിക്കാത്തതാണ് ഈ സിറ്റുവേഷൻ ഇങ്ങനെ ആയത്. ID കാർഡ് കാണിക്കാത്ത തന്നെ മറ്റേ രാജ്യദ്രോഹിയെ പോലെ ട്രീറ്റ് ചെയ്തത്. അതായത് ID കാണിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ നോക്കിയപ്പോ ഒരു 8 പീടി അന്നേരം അവിടെ സ്പോട്ട് വന്നു. ഇല്ല, ഈ ഫേസ് ഒന്നും അല്ലായിരുന്നു. ഞാൻ സ്വാഗിനൊക്കെ പോലായിരുന്നു. എടാ, എന്റെ മുഖത്ത് മറ്റേ മീശയും ഒരു മറ്റേ വേറെ ഡ്രസ്സും കളസും ഒക്കെ ഉണ്ടായിരുന്നു. വേറെ ആയിരുന്നു ഞാൻ. ഇതേ ലുക്കേ അല്ലായിരുന്നു. എന്നിട്ട് ഇവരൊന്ന് ബോക്സ് ഒക്കെ ചെയ്തു. എന്നിട്ട് അങ്ങനെ ആ സിറ്റുവേഷൻ അലമ്പാവണേ. പിന്നെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ കുറച്ച് വെടിവെപ്പോൾ സൗണ്ട്. ഞാൻ താഴെ ആരോ റോബർ ചെയ്തോണ്ടിരിക്കുകയാണെന്ന്.
കുറച്ച് കഴിഞ്ഞപ്പോ വെടിയുടെ ഒച്ച കൂടി കൂടി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പാനിക് ആവുന്നുണ്ട് പീടിയൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ലിഫ്റ്റ് തെള്ളി തുറന്ന് കുറച്ച് ആൾക്കാർ ഓടി വന്ന് എന്നെയും കൊന്ന് അവിടെ നിന്ന് പീടിനെ കൊന്ന് എന്റെ കൊണയും കുണച്ചു പോയി എന്റെ അടക്കം. നിന്നെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുവോ ചന്ദ്ര? അപ്പ കേറിയില്ല ഞാൻ സിറ്റി കയറുന്നതിന് തൊട്ട് ഞാൻ സിറ്റി കയറുമ്പോ നമ്മുടെ റേഡിയോയില് 9 പേരെ ഉള്ളായിരുന്നു. അവിടത്തെ ചാച്ചി കൺട്രോൾ സിറ്റി കയറി ഇതുപോലെ ചന്ദ്രൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് റേഡിയോയിൽ 23 പേരായി. ഞാൻ കരഞ്ഞിട്ടാണ് എന്റെ കൂടെ ഉണ്ടല്ല അന്ന അന്ന് എന്ത് സൈന്യം അവിടെ എന്ത് സൈന്യം എനിക്ക് പിള്ളേരുണ്ട് എനിക്ക് പടകളുണ്ട് അതല്ല ഞാൻ മറ്റേ വാടകയ്ക്കെടുത്ത പിള്ളേരുണ്ടായിരുന്നു. ഓടിയില്ല അവരൊക്കെ കൊന്നു. ചന്ദ്ര കുറച്ചൊരു പീടി കൊണ്ടുപോയി.